പൊളിയല്ല. നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു Omkv. ഒരു ചെറിയ അൺബോക്സിംഗ് ഉണ്ട്. അതായത് നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ സാധനങ്ങളൊന്നും അല്ല, കുറച്ച് വലിയ സാധനങ്ങളാണ്. ഐപാഡ് മാത്രമല്ല, വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഉപകാരപ്പെടുന്ന സാധനം തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹൈടെക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഗ്രില്ലാണ്. ഗ്രില്ല് ഈ സംഭവം നമ്മളുടെ ഒരു സുഹൃത്ത് വിമൽ ശ്യാം എന്ന് പറഞ്ഞിട്ട് പുള്ളി അയച്ചു തന്നാണ്. പുള്ളി ചോദിച്ച് തനിക്ക് എന്തെങ്കിലും ഉപകാരമുള്ള സാധനം അയച്ചു തന്നെ എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെ പുള്ളി അയച്ചു തന്നാണ്. ഇത് നമുക്ക് മടക്കി കൊണ്ടുപോകാം. എവിടെയെങ്കിലും ദൂര സ്ഥലത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. നൈസ്. മഴയുണ്ടെന്ന് കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് നമ്മൾ ഇത് ഒരു വീഡിയോ ആക്കണേന്. അത് എന്ന് പറഞ്ഞാലേ ഒടുക്കത്തെ മഴ, പിന്നെ അതുപോലെ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഹാൻഡിലൊക്കെ ഉണ്ട്. കൊള്ളാം. നമുക്കിത് ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് നടക്കുകയും ചെയ്യാം. ഇത് പുള്ളി എനിക്ക് ആമസോൺ വഴിയാണ് അയച്ചത്. എനിക്ക് വേണമെങ്കിൽ ആമസോണിൽ പോയിട്ട് ഈ സാധനം വാങ്ങിക്കാം. വാങ്ങിക്കുന്ന മുമ്പ് ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയായിട്ടെന്ന് ഞാൻ പറയാം. എന്നിട്ട് വാങ്ങിച്ചത് പൊളിയുള്ള ആ സംഭവം. ഇതെന്താണ്? കരിയ കത്തിക്കാനായിട്ടുള്ള കരി അടക്കമുണ്ട്. പിന്നെ അതെ കമ്പി പറഞ്ഞാൽ ഇതേപോലത്തെ കുറച്ച് കമ്പി നമ്മുടെ അടുത്തുണ്ട്. ഇത് കൊള്ളാം. ഒത്തിരി കൂടി വലിയ സാധനങ്ങൾ എടുക്കാനായിട്ട് കുത്തിക്കയറ്റാനായിട്ട് ഉപയോഗിക്കും. ഗ്രില്ലിൻ്റെ മെഷാണ് ഇത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ പുറത്താണ് സാധനം, ചിക്കനോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് വെക്കുക. അതിങ്ങനെ ഇതിൻ്റെ പുറത്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ കരി ഇതിൻ്റെ അകത്ത് ഇടുക. ഗ്രില്ല് വെക്കുക. ഇതിൻ്റെ പുറത്ത് വെക്കാം. പിന്നെ ഇതെടുത്തിട്ട് കമ്പിയിൽ കുത്തിയാണെങ്കിലും വെക്കാം. ഓക്കെ. അപ്പോൾ സംഭവം എന്തായാലും പൊളിച്ചിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാനും കൊണ്ടു നടക്കാനൊക്കെ ഉള്ള സാധനം, നല്ലൊരു സാധനമാണ് പുള്ളി അയച്ചിരുന്നത്. പുള്ളിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ അടിയിൽ കാലും ഉണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം അങ്ങനെ തെറിച്ചില്ലേ? ഇപ്പം തെറിച്ചില്ലേ? അപ്പം നമ്മുടെ വിമൽ ശ്യാം പുള്ളിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. സംഭവം അയച്ചതിന് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ശ്രീകുമാർ ഏട്ടൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പുറത്താണ്, പുള്ളി അമേരിക്കയിലാണ്. പുള്ളി വന്നപ്പോഴാണ് ഈ ഐപാഡും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഐപാഡ് മാത്രമല്ല, കുറച്ച് ഫിഷിംഗ് ലൂറുണ്ട്. പിന്നെ തല വെക്കുന്ന ഒരു ലൈറ്റൊക്കെ ഉണ്ട്. കാണിച്ചിടാം. ഫിഷിംഗ് ലൂറും ബോക്സ് അടക്കമുള്ളതാണ്. ഇതുണ്ടോ? ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 2 തട്ടായിട്ട് ഉണ്ട്. കൊള്ളാം. പിന്നെ നമ്മുടെ ഫ്രോഗ് ലൂറുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചെമ്പല്ലിക്കൊക്കെ ഉപയോഗിക്കുന്ന ലൂറ്, ടോപ്പ് വാട്ടർ ഉണ്ട്. ലൂറ് ഐറ്റംസ് ആണ് കുറച്ചുള്ളത്. പിന്നെ ഷാഡ്, ചെറിയ ഷാഡുണ്ട്. കൈയും വേണ്ട ചോര ഒന്ന് ഇതുമ്മലൊന്ന് കുത്തിയതാണ്. ഈ ലൂറുകളൊക്കെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതേപോലെ പണി കിട്ടും. പിന്നെ ഇതുണ്ട, ഇത് നമ്മളുടെ തലയിൽ വെക്കുന്ന ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ ചൂണ്ടയിടാൻ പോകുമ്പോൾ തലയിൽ ലൈറ്റ് വെക്കണം. അപ്പോൾ അതിനുള്ള ലൈറ്റ് മാത്രമല്ല, ഇത് നമുക്ക് USB ചാർജറുണ്ട്. വേണ്ട ചാർജറുണ്ട്. അപ്പോൾ ചാർജ് ചെയ്യുന്ന ലൈറ്റാണ്. എന്താ സംഭവം ഇത്രേ ഉള്ളൂ. കറക്റ്റ് ഫിറ്റാണ്. അവിടെ ലൈറ്റ് അടിച്ചാൽ
അപ്പം 3-4 തരം ലൈറ്റ് ഉണ്ട്. ഇത് ഈ കടലിൽ വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോൾ ഇടുന്ന ലൈറ്റാണ്. അപ്പോൾ ഇത് വെർത്തായിട്ടുള്ള സാധനം, നമുക്ക് എപ്പോഴും ഉപകാരം അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ നമ്മുടെ ഐപാഡ് ശരിക്കും ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഈ ഐപാഡ് എന്ന് പറഞ്ഞത്. ഈ ശ്രീകുമാരേട്ടൻ കാണാൻ വന്നെന്ന് പറഞ്ഞില്ലേ, പുള്ളി എപ്പോഴും മെസ്സേജൊക്കെ അയച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ആളാണ്. പുള്ളി പെട്ടെന്ന് ഒരു ദിവസം വന്നെന്ന് പറഞ്ഞു, കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ടു. പുള്ളിയും വൈഫും 2 പിള്ളേരും കൂടെ വന്നു, ഫാമിലി ആയിട്ട് വന്നു. അപ്പോൾ പുള്ളി വളരെ പ്രതീക്ഷിക്കാണ്ട് എന്നോട് ചോദിച്ചു പോലുമില്ല ഗിഫ്റ്റ് എന്തെങ്കിലും വേണമെന്നാ കൊണ്ടുവന്നാന്നൊന്നും ചോദിക്കാണ്ട് അപ്രതീക്ഷിതമായിട്ട് പുള്ളി കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് ഇത് കളറ് നല്ല ആഷ് കളറാണ്ട, അവർക്ക് ബ്ലാക്ക് ആയിരിക്കുന്നു. ആഷ് കളർ. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ USB കേബിളുണ്ട്. പിന്നെ എന്താ, പിന്നെ ചാർജറിൻ്റെ അഡാപ്റ്റർ ഉണ്ട്. ചാർജ് ഉണ്ടാവോ? ഓണായിട്ടാ. അതെ, ആപ്പിളും ഉണ്ട്. നമ്മൾ പുതിയ ആപ്പിൾ ID ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യണം. എനിക്ക് ആപ്പിൾ ID ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഐപാഡ് ഓപ്പൺ ആക്കി ഫിംഗർ ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. സംഭവം ഇത് വന്നിട്ട് 32 GB ആണ് ഇതിൻ്റെ സ്പേസ് ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ സാധാരണ എല്ലായിടത്തൊക്കെ ഉള്ള പോലെ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് ഉപയോഗിച്ച് നോക്കിയാലേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളൂ കൃത്യമായിട്ട്. അപ്പോൾ ഇത് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഇത് നമ്മളുടെ ഐപാഡ് ഗിഫ്റ്റ് എന്ന പുള്ളി ഞാൻ പറഞ്ഞില്ലേ, ശ്രീകുമാർ, അങ്ങേരെ അടുത്ത് നിങ്ങൾക്ക് പുള്ളീനെ കാണാൻ പരിചയപ്പെടാം. പുള്ളിക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പം പുറത്ത് പ്രവാസികളുടെ ഒരു സന്തോഷത്തിന് തുടങ്ങിയതാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പോയി എന്തായാലും ഒന്ന് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ്. മഴയൊക്കെ മാറിയിട്ട് നല്ല വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. മഴ മാറട്ടെ. ഓക്കെ, ബൈ.